ഹലോ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UCL നടന്ന പ്രധാനപ്പെട്ട 2 മത്സരങ്ങളെ കുറിച്ചാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ റയൽ ഇന്ന് ലിലിനെതിരെ 1-0 പരാജയപ്പെട്ടു. മറ്റൊരു മത്സരത്തിൽ ബയൺ മ്യൂണിച്ച് ആസ്റ്റൺ വില്ലക്കെതിരെ 1-0 പരാജയപ്പെട്ടു. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത 3 റിസൾട്ടുകൾ ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ബയണിന്റെ മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബയൺ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു. 70% പൊസിഷൻ ഉണ്ടായിരുന്നു. 17ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഉനയ് എംറി എന്ന ടാക്ടീഷ്യനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പും ഒരു ടീമിന്റെ പെർഫോമൻസും ആണ് വില്ല പാർക്കിൽ നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ ഗോളൊന്നും അടിക്കാൻ ബയണിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഹാരി കെയിന്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. പുള്ളി നല്ല ഫോമിലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ കെയിന് കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഹാഫില് ടോറസ് ഒരു ഗോള് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡ് ആയിരുന്നു. പിന്നീട് വാർ ഇന്റർവ്യൂ ചെയ്ത് റിവേർട്ട് ചെയ്തു. പക്ഷേ 5 ചാൻസുകളിൽ 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാനും 1 ഗോൾ സ്കോർ ചെയ്യാനും ആസ്റ്റൺ വില്ലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് മികവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ വാട്കിൻസിനെ മാറ്റിക്കൊണ്ട് ഡ്യൂറാനെ കൊണ്ടുവന്നപ്പോൾ ഉനയ് എംറിന്റെ പ്ലാൻ വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് കഴിഞ്ഞു. ഇവിടെ മാനുവൽ നോയറുടെ ഒരു മിസ്റ്റേക്കിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ആദ്യം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരുന്നു. പിന്നീട് 2 മൈൻഡോടെ പിറകോട്ട് പോയപ്പോഴേക്കും ഡുറാന്റെ ഒരു ഷോട്ട് വന്നു. വളരെ കൃത്യമായിട്ട് ബോൾ ബോക്സിലേക്ക് എത്തിക്കാൻ ആ ഷോട്ടിന് കഴിഞ്ഞു. അങ്ങനെ വില്ല പാർക്ക് കത്തിച്ച ഒരു ഗോൾ തന്നെയായിരുന്നു. ഉനയ് എംറി മത്സരത്തിന് ശേഷം പറയുകയുണ്ടായി, അവര് 2 മാനെ വെച്ചിട്ട് വളരെ കൃത്യമായി മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു കാഴ്ച ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 30% പൊസിഷൻ മാത്രമേ ആസ്റ്റൺ വില്ലക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വാട്കിൻസിന്റെ 2-3 കിടിലൻ റണ്ണ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ വില്ലക്ക് കഴിഞ്ഞില്ല. എന്നാൽ ബയൺ ബോക്സിന് പുറത്ത് വെച്ച് 1-2 ഷോട്ടുകൾ എടുത്ത് ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫെൻസീവ്ലി ഒരു സീരിയസ് ത്രെറ്റ് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാതെ പോയത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. എന്തായാലും ബുണ്ടേഴ്സ് ലീഗയിലെ ഒരു മികച്ച ഫോമിന് ശേഷം ചാമ്പ്യൻസ് ലീഗിലേറ്റ ഈ ഒരു പരാജയം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് ബാക്ക് തന്നെയാണ്. കിടിലം ടീമായിട്ട് വില്ല ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇതുപോലുള്ള റിസൾട്ടുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് ലിലിനെതിരെ 1-0 പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ക്രൗഡിന്റെ സപ്പോർട്ട് ലിലിന് കിട്ടുന്നതെന്ന് തോന്നുന്നു. ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഒരു ഫാൻസിന്റെ ഇന്ററാക്ഷൻ ആണ് ഇന്ന് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു അവര് കൃത്യമായിട്ട് തന്നെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. റയലിന് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയർ 3-4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ ഹെഡറിലൂടെയും ബോക്സിനകത്ത് വെച്ചൊക്കെ ഷോട്ടിന് പിറകെ ഷോട്ടായിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അവരുടെ ഗോൾ കീപ്പറുടെ ഒരു മികച്ച പെർഫോമൻസ് ഇന്ന് നമുക്ക് കാണാൻ പറ്റി. ഷവാലിയുടെ ക്ലോസ് റേഞ്ചിലുള്ള 3-4 സേവുകൾ കൊണ്ട് മാത്രമാണ് ലിൽ മത്സരത്തിൽ പിടിച്ചിരുന്നത് എന്ന് പറയേണ്ടി വരും. വിനീഷ്യസ് ജൂനിയറിന്റെ 1-2 ഷോട്ടുകൾ കൺവേർട്ട് ചെയ്യാതെ പോയത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ എംബാപ്പെ വന്നു, മോഡ്രിച്ചിനെ കൊണ്ടുവന്നു. 2 പേര് ഇമ്പാക്ട് ഉണ്ടാക്കി. പക്ഷേ ഷവാലിയോ വളരെ കൃത്യമായിട്ട് കളിയിൽ പിടിച്ചു നിന്നു. പുള്ളിയുടെ ഒരു പെർഫോമൻസ് കൊണ്ട് എൻ്റെ ടീം പെർഫോമൻസിനെ ലിഫ്റ്റ് ചെയ്യാൻ ലില്ലിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി പെനാൽറ്റിയിലൂടെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-0 വിജയത്തിലേക്ക് ലില്ല് പോവുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈമിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ബോക്സിന് പുറത്ത് വെച്ചെടുത്ത ഒരു സെറ്റ് പീസിൽ നിന്ന് വന്ന പന്ത് കാമവിംഗയുടെ കയ്യിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി. വാർ ഇന്റർവ്യൂ ചെയ്തു, പെനാൽറ്റി കൊടുത്തു. ജോനാഥൻ വളരെ കൃത്യമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിലും പുള്ളിയുടെ 1-2 ക്ലോസ് റേഞ്ചിൽ വെച്ചുള്ള ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗോളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ട് തന്നെ അവർ കളിച്ചു. റയലിന്റെ അറ്റാക്കിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ലിലിന്റെ ഡിഫൻസിന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു മേന്മയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ റിസൾട്ട് UCL തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബയണും റയലൊക്കെ ഒരുപാട് പ്രാവശ്യം UCL ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബ്ബുകളാണ്. ഇതുപോലുള്ള സെറ്റ് ബാക്ക് ഒന്നും അവരെ ബാധിക്കാതെ ശക്തമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.